ഒരു സവോളയും ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കിത് വെച്ചിട്ട് നല്ലൊരു അടിപൊളി സിമ്പിളായിട്ടുള്ള ഒരു ടൊമാറ്റോ ചട്നി ഉണ്ടാക്കിയാലോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തക്കാളി സവോളയൊക്കെ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് 2-3 വറ്റമുളകും ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചട്നിയുടെ റെസിപ്പിയാണ്. അപ്പോൾ പലരും പല രീതിയിലൊക്കെ ആയിരിക്കും ടൊമാറ്റോ ചട്നിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഈ രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങളിലേക്കും എൻ്റെ ഒരു ചെറിയൊരു റെസിപ്പി ഷെയർ ചെയ്യാമെന്നേ. അപ്പോൾ അങ്ങനെ സവോളയും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പിന്നെ വെളുത്തുള്ളിയും പിന്നെ വറ്റമുളകും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി എല്ലാം കൂടെ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു ചട്നിയാണ് കേട്ടോ. ഇത് ദോശയുടെ കൂടെ കഴിക്കാനാണേലും ഇഡലിയുടെ കൂടെ കഴിക്കാനാണേലും ഒക്കെ നല്ല ഒരു ചട്നിയാണ്. അപ്പോൾ നമുക്ക് തേങ്ങയൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ നമ്മുടെ കയ്യിൽ തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. തക്കാളി ചട്നിയാണ്. അപ്പോൾ എല്ലാം ഒന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ലേശം ഉപ്പിട്ട് കൊടുത്തേ. ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന കൂട്ടുകാർ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ പറ്റുന്ന കൂട്ടുകാർ ഫുള്ളായിട്ടൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതെല്ലാം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് കടുകൊക്കെ താളിച്ച് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ചമ്മന്തി റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ കടുകൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് കടുക് താളിക്കാനുള്ള ഉള്ളിയും പിന്നെ ഒരു വറ്റമുളക് 2-3 കീറിയിട്ടതും പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് അതെല്ലാം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് മുളക് പൊടി ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ വറ്റമുളക് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അത്യാവശ്യം എരിവുള്ള വറ്റമുളകായിരുന്നേ. അപ്പോൾ അങ്ങനെ അതെല്ലാം മൂത്ത് വന്നപ്പോഴത്തേക്കിന് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ പാകത്തിനുള്ള വെള്ളവും ആക്കി എടുക്കുവാണ്. ഈ രീതിയിലും വേണമെങ്കിൽ നമുക്ക് കഴിക്കാം കേട്ടോ. അധികം ചാറില്ലാതെ നമുക്ക് വളരെ തിക്കായിട്ട് തന്നെ നമുക്ക് ടൊമാറ്റോ ചട്നി കഴിക്കാവേ. ഇപ്പം ഞാനിപ്പോൾ ഇഡലിയുടെ കൂടെ കഴിക്കാനായതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ഗ്രേവിയിലാക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പൊക്കെ നമ്മൾ ആദ്യമല്ലേ ചേർത്തത് വഴറ്റിയെടുക്കാൻ നേരം, പിന്നീട് നമ്മൾ ചേർത്തില്ലായിരുന്നല്ലോ. അപ്പം ഞാൻ ഉപ്പൊക്കെ നോക്കിയിട്ട് വീണ്ടും പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് പതുക്കെ ഒന്ന് ഒത്തിരി അങ്ങ് പിന്നെ ഇട്ട് തിളപ്പിക്കത്തില്ല കേട്ടോ, ഒന്ന് ചൂടാക്കി എടുക്കുകയുള്ളേ. അപ്പം അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ, ടൊമാറ്റോ ചമ്മന്തിയെ. ഇനി നമുക്ക് ചമ്മന്തിയോടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഡലിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ ഇഡലി അടുപ്പയിൽ ഇങ്ങനെ കോരി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നല്ല ചൂട് ഇഡലിയുടെ കൂടെ നല്ല ടൊമാറ്റോ ചട്നി ഇങ്ങനെ മുക്കി കഴിക്കാൻ നല്ല പ്രത്യേക സ്വാദാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കഴിക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളെ. അപ്പോൾ നമുക്ക് തേങ്ങയൊക്കെ നമുക്ക് കിട്ടാത്ത സാഹചര്യത്തിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.